സഭകൾ യു ഡി എഫിനോടൊപ്പമോ എന്നാണ് ചോദ്യം. സഭകളെ യു ഡി എഫിനോടൊപ്പം നിർത്താനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു നിർണായകമായ രംഗമാണ് ഇന്ന് നമ്മൾ പാണക്കാട് കണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് മുസ്ലിം ലീഗും ഈ സഭകളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാരമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, മലങ്കര സഭയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു. അങ്ങനെ വ്യത്യസ്ത സഭകളിലൂടെ കോൺഗ്രസ് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ, എന്നാൽ അത് കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി രൂപപ്പെടുത്താനുള്ള തന്ത്രം നേരത്തെ ഉമ്മൻചാണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ തന്ത്രം ഇന്ന് പാണക്കാട്ട് നിന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യു ഡി എഫിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉമ്മൻചാണ്ടിയുടെ വാക്കുമാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവ് ക്രിസ്ത്യൻ സഭകളുമായിട്ട് നേരിട്ട് കോൺഗ്രസുമായി സംസാരിക്കാൻ കഴിയുന്ന, സഭകൾക്ക് വിശ്വാസമുള്ള, സഭകൾ ഏതൊരു സാഹചര്യത്തിലും ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ കേൾക്കുന്നത് പോലെ അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസിന് ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പരിധിവരെ എ കെ ആന്റണിക്കൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ അതിനുമപ്പുറം ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു സഭയെ പൂർണ്ണമായിട്ടും കോൺഗ്രസിനോട് ചേർത്ത് നിർത്തിയ പ്രധാനപ്പെട്ട ഘടകം. അത് കഴിഞ്ഞ മാണി. അപ്പോൾ ഉമ്മൻചാണ്ടിയും മാണിയും എന്നുള്ളത് സഭകളെ യു ഡി എഫിലെ കടുപ്പിച്ച് നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു. ആ ഘടകങ്ങൾ രണ്ടും ഇന്ന് യു ഡി എഫിലില്ല. ഉമ്മൻചാണ്ടിയുടെ അഭാവമുണ്ട്, ഒപ്പം തന്നെ ജോസ് കെ മാണിയുടെ അഭാവമുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളുമായിട്ട് സഭകൾ പിന്നീട് ഭിന്നിച്ചിരുന്നു. അത് ഭിന്നിച്ചു. അത് അഞ്ചാം മന്ത്രിയുടെ കാലത്ത് മാത്രമല്ല പുതുപ്പള്ളിയിൽ വെള്ളം കുടിച്ചു. പുതുപ്പള്ളിയിൽ വെള്ളം കുടിച്ചു മാത്രമല്ല ഓർത്തഡോക്സ് സഭ എതിരായി അതെ, ഈ യാക്കോബായ ഓർത്തഡോക്സ് വിവാദം ഉണ്ടാവുന്നത് വരെയാണ്. അതിനു മുമ്പ് നോക്കൂ, എല്ലാ സഭയുടെ പരിപാടികളിലും എല്ലാ സഭാ മേലധ്യക്ഷന്മാരും ഉമ്മൻചാണ്ടിയുമായിട്ട് ആ അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, പ്രശ്നങ്ങളിൽ നേരിട്ട് ഉമ്മൻചാണ്ടിയാണ് ഇടപെടുന്നത്. അവിടെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു വിമർശനം എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടി ശരിക്കും പറഞ്ഞാൽ സഭയെയും ക്രിസ്തീയ സമുദായത്തെ അടുപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിൽ നടത്തിയിട്ടില്ല. പറഞ്ഞുതരാം അതിന്റെ കാര്യം അല്ല, അതിനേക്കാൾ മുമ്പ് 2011 തന്നെ എടുത്തു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് 72 സീറ്റേ ഉള്ളൂ. 2011 വരുമ്പോൾ 71 സീറ്റേ ഉള്ളൂ. 2001 ആന്റണി വരുന്ന 100 സീറ്റോട് കൂടിയാണ്. 2011 വരുമ്പോഴത്തേക്കും വളർച്ചയെന്ന് തോന്നുന്ന പടവിലങ്ങിയ പോലെ താഴത്തേക്കാണ് കോൺഗ്രസിന്റെ. എന്ന് മാത്രമല്ല 2011 വിജയം നമുക്കറിയാമല്ലോ, അത് CPM വേണ്ടാന്ന് വെച്ചതാ തുടർഭരണം. അതായത് ഒരു 3000 വോട്ടിന്റെ വ്യത്യാസത്തിൽ അല്ല എന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര ജയിക്കുന്ന 500 വോട്ടിന് അല്ലെ, 197 വോട്ടിനാണ് ഈ പിറവത്ത് ജയിക്കുന്നത്, അല്ലെ 1300 വോട്ടിനാണ് തൃത്താലെ ജയിക്കുന്നത്. എല്ലാം കൂടി 3000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഒരു സർക്കാർ മാറിയത്. അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾ ആ ബെൽറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. തിരുവല്ലയിൽ ആരാ? മാത്യു ടി തോമസ് അല്ലെ. ചെങ്ങന്നൂർ ആരാ? സജി ചെറിയൻ അല്ലെ. പിന്നെ ആറന്മുളയിൽ ആരാ? വീണ ജോർജ് അല്ലെ. ഇപ്പൊ ആരാ? പിന്നെ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം. വളരെ കൃത്യമായിട്ടാണ് CPMന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. പക്ഷേ ഉമ്മൻചാണ്ടി അത് ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി സഭാ നേതാക്കളുമായി എന്നാണ് ഞാൻ പറഞ്ഞത്. സഭയിലെ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നേരിട്ട് ഇടപെട്ടു എന്നല്ല. സഭാ നേതാക്കളുമായി കോൺഗ്രസിൽ നിന്ന് ആരെ ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നത്? അതില്ല. ആ ആശയവിനിമയം നടത്താൻ കോൺഗ്രസ് ആരെയെ നിയോഗിക്കുന്നത്? ഒരു ഭാഗത്ത് മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് സഭാ നേതാക്കളുമായി നേരിട്ട് അങ്ങനെ വി ഡി സതീശൻ പോയി സംഭാഷണം നടത്തിയാൽ എത്രത്തോളം എങ്ങനെയാണ് അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത്? അതുകൊണ്ടാണല്ലോ KPCC നേതൃത്വത്തിലേക്ക് പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരാൾ വേണം. അവിടെ ആ അഭാവമുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഭാവം അവിടെയുണ്ട്. അതിനേക്കാൾ അപ്പുറം ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിരിക്കുന്നത് ആരാ? KM മാണിയാണ്. മാണിയുടെ നേതൃത്വത്തിലായിരുന്നല്ലോ കോട്ടയം ബെൽറ്റ് അടക്കം ഒരു ഭാഗം ഉണ്ടായിരുന്നത്. മാണി ഗുണപ്പെടാനാണ്. അവിടെ ഇന്നിപ്പോ യു ഡി എഫിൽ ഈ രണ്ടു നേതാക്കളുടെയും അസാന്നിധ്യത്തിൽ ആ ജോലി ആരാ ഏറ്റെടുക്കാൻ പോകുന്നത്? ഇന്നിപ്പോ ക്ലെമീസ് ബാവയുടെ വരവോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് പാണക്കാട്ട് നിന്നും അങ്ങനെ ഒരു നീക്കമുണ്ടാവുന്നു. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം സുന്ദരമായ ഒരു എപ്പിസോഡാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം നേരത്തെ ആഗോളതലത്തിലുള്ള ക്രിസ്ത്യൻ ഇസ്ലാമികമായിട്ടുള്ള വംശീയതയുടെ എല്ലാ അനുരണനങ്ങളും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്നു നമ്മളൊക്കെ ഭയന്നിരുന്നു. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്. നോക്കൂ, കേരളത്തിൽ തന്നെ താമരശ്ശേരിയിൽ ബിഷപ്പ്, അതേപോലെ ഇടുക്കിയിലെ ബിഷപ്പ്, ഇവരൊക്കെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് നമ്മൾ കണ്ടതല്ലേ. 2-2.5 ലക്ഷം ആളുകൾ അവിടെയുള്ള ഇടുക്കിയിൽ മുഴുവൻ ഈ കാറ്റീഷ്യത്തിന്റെ ഭാഗമായിട്ട് സൺഡേ സ്കൂളിന്റെ ഭാഗമായിട്ട് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടത്ത് നിന്നാണ് ഇന്നിപ്പോൾ ഒരു കേക്കിന്റെ പുറത്ത് പാണക്കാട് തങ്ങളും ഒരു പ്രഭാത ഭക്ഷണത്തിന് പുറത്ത് ക്ലെമീസ് ബാവയും പാണക്കാട് തങ്ങളും തമ്മിൽ ചേർന്നിരിക്കുന്ന മനോഹരമായ ദൃശ്യമുണ്ടാവുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അകന്നുപോയിക്കൊണ്ടിരുന്ന രണ്ട് സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നീക്കം യു ഡി എഫിനുള്ളിൽ വളരെ ശക്തമായി മുസ്ലിം ലീഗിൻ്റെ മുൻകൈയിൽ തന്നെ നടക്കുന്നു. അതും മുനമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു. മുനമ്പത്ത് വരാപ്പുഴയിൽ പോയി പാണക്കാട് തങ്ങൾ കാണിച്ച ആ ചർച്ചയ്ക്കിരിക്കാനുള്ള സൗമനസ്യമാണ് ഇന്ന് ക്ലെമീസ് ബാവയെ പാണക്കാട് എത്തിച്ചിരിക്കുന്നത്. വരാപ്പുഴയിൽ പോയി അതൊരു മാതൃകാപരമായ നീക്കമായിരുന്നില്ലേ? അതിനെ പലതരത്തിൽ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നിരുന്നില്ലേ? സർക്കാരിന് പോലും ആ വിഷയത്തിൽ നിയമപരമായിട്ട് അത് പരിഹരിക്കണം. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചുവെങ്കിൽ പോലും ആ ഇരു വിഭാഗങ്ങളുടെയും ആശങ്കകളെ കൃത്യമായി
കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണല്ലോ സമരം ഏറെ നീണ്ടുപോയത്. അവസാന ഘട്ടമാകുമ്പോഴേക്കും രാമേന്ദ്രൻ നായർ കമ്മീഷൻ വരുന്നു, പരിമിതികളെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ അപ്പോഴും മുന്നിട്ട് ആദ്യം ഇറങ്ങുന്നത് ഈവൻ പ്രതിപക്ഷത്തേക്കാൾ കോൺഗ്രസിനേക്കാൾ മുന്നിട്ട് ആദ്യം ഇറങ്ങുന്നത് മുസ്ലിം ലീഗാണ്. ആ വിഷയത്തിൽ സഭയുടെ വിശ്വാസം ആർജിക്കുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെ രണ്ടു സഭകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മുസ്ലിം ലീഗിൻ്റെ ശ്രമത്തെ ആ അർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ തവണത്തെ മൊത്തം കണക്ക് 2021 വോട്ട് ബാങ്കിൻ്റെ CSDS-ന്റെ പഠനപ്രകാരം കേരളത്തിൽ 18% ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, അഥവാ ക്രിസ്ത്യൻ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ആ 18% സ്വാധീനം എത്ര മണ്ഡലങ്ങളിലാണെന്നറിയാമോ? 91 നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. 91 നിയമസഭാ മണ്ഡലങ്ങളിൽ 35%-ലധികം ഏറിയും കുറഞ്ഞും ഒന്നാൻ ആവറേജ് ക്രിസ്ത്യൻ പ്രസൻസ് ഉള്ള ഒരു നാടാണ് കേരളം. അവിടെ 13 സീറ്റാണെന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തത്. LDF വഴങ്ങിയത് എന്തുകൊണ്ടാണ്? ഈ ബെൽറ്റിൻ്റെ സ്വാധീനം അറിയാവുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമുള്ളത്. തിരിച്ചു വഴങ്ങിയിട്ടുണ്ട്, മാണിയും വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ 91 നിയമസഭാ മണ്ഡലങ്ങളിൽ 33 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ചുരുങ്ങിയത് ഒരു 40-45% ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണെന്ന് തിരിച്ചറിയുന്ന UDF അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ സാധ്യത കളയുന്നില്ല. കേരള കോൺഗ്രസ് മാണിയുടെ ഭാഗത്തു നിന്നൊരു 10 മുതൽ 13 വരെ നിയമസഭകൾ അങ്ങ് പോകും. ബാക്കി അവശേഷിക്കുന്നത് 20-22 നിയമസഭകളാണ്. ആ 20-22 നിയമസഭകൾ തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഈ സന്ദേശത്തിലൂടെ, അല്ലെങ്കിൽ UDF ക്രിസ്ത്യൻ സഭകളെ ചേർത്ത് നിർത്തുന്നതിലൂടെ നൽകുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗം നിലവിലത്തെ സാഹചര്യത്തിൽ 2026 UDF-ലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മൈനസ് കേരള കോൺഗ്രസ് മാണി എന്നുള്ളതിനെ ശക്തമാക്കി നിലനിർത്തണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വ്യത്യസ്ത സഭകൾക്ക് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ സർക്കാരുമായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് UDF അഡ്രസ് ചെയ്യുന്നത് എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, UDF അഡ്രസ് ചെയ്താലല്ലേ UDF-നോടൊപ്പം വരൂ. അപ്പൊ നോക്കൂ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, മലങ്കര സഭയുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ നിങ്ങൾ ഓർത്തഡോക്സിനൊപ്പമാണോ യാക്കോബായക്കൊപ്പമാണോ? നിലയിൽ നിന്ന് നിലപാട് വ്യക്തമാക്കണമെന്നേ. എങ്ങനെയാണ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരായതുകൊണ്ട് ഉത്തരവാദിത്വം ഈ സർക്കാരിലാണ്. ഭരണഘടനാപരമായിട്ട് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കേണ്ട ബാധ്യത ഈ സർക്കാരിലുണ്ട്. പക്ഷേ പ്രതിപക്ഷം എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഓർത്തഡോക്സിൻ്റെ ഈ സഭകൾ യാക്കോബൈറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും തിരിച്ചു കൊടുക്കും എന്നൊരു നിലപാടെടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ വിഷയത്തിൽ നിലപാടെടുക്കണം. അതിൽ LDF-നുള്ളതുപോലെ തന്നെ പ്രതിസന്ധി UDF-ലും ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ലാറ്റിൻ കത്തോലിക് വിഭാഗത്തിൻ്റെ പ്രശ്നം. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം പ്രശ്നം തീർന്നില്ല. മുതലപ്പുഴി അടക്കമുള്ള പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന മേഖലകൾ. ഏകദേശം 20 ലക്ഷത്തോളം വോട്ടുണ്ട് ലാറ്റിൻ കത്തോലിക് വിഭാഗത്തിന്. കൊച്ചിയിലടക്കം തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, ആ ബെൽറ്റിൽ, ആ സിംഗിൾ സ്ട്രെച്ചിൽ കിടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഒരുമിച്ച് പോരണം. പക്ഷേ അവിടെ എന്താണ് UDF എടുക്കുന്ന നിലപാട്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. UDF ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ടോ? വിഴിഞ്ഞം പദ്ധതിക്കെതിരെ UDF നിലപാടെടുക്കുമോ? എന്താണ് അവസാന ഘട്ടത്തിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ കരുതിയിരുന്ന രാജീവ് ചന്ദ്രശേഖറിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ലത്തീൻ കാത്തലിക് വോട്ടിലെ ഒരു നിർണായക വിഭാഗം അവസാന നിമിഷം ശശി തരൂരിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ അത് അതേപടി നിലനിർത്തുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി മറ്റൊരു വിഷയമാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അത് രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ടാണ്. മറ്റേതെങ്കിലും നേതാവായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ആയിരുന്നേനെ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ആശങ്ക എവിടെയുണ്ടെന്നേ. അപ്പോൾ വ്യത്യസ്ത സഭകളിൽ തന്നെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളെ UDF തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ സർക്കാരിനോട് വിപ്രതിപത്തിയുള്ള വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ്. മുനമ്പം വിഷയം ചൂണ്ടിക്കാട്ടുന്നു. അതേപോലെ തന്നെ വനനിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ. 50 ലക്ഷം വോട്ടർമാരുണ്ട് കേരളത്തിൽ സിറോ മലബാർ സഭയ്ക്ക്. ആ 50 ലക്ഷം വോട്ടർമാരിൽ ഏകദേശം ഒരു നിർണായകമായ വിഭാഗം 10 മുതൽ 15% വരെ താമസിക്കുന്നത് മലയോര മേഖലയിലെ കുടിയേറ്റ മേഖലയിലാണ്. ആ കുടിയേറ്റ മേഖലയിൽ 185 പഞ്ചായത്തുകളുണ്ട്. ആ 185 പഞ്ചായത്തുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി നിശ്ചയിക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ എന്ത് ചെയ്തു? ഈ സർക്കാരിലെ വനം വകുപ്പിൻ്റെ ദയനീയ പരാജയം ഒരുപാട് സഭകൾക്ക്, എന്തിനേറെ കേരള കോൺഗ്രസ് മാണി തന്നെ, ജോസ് കെ മാണി തന്നെ ഇക്കാര്യത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വനം വകുപ്പിനെതിരെ. അതിനിടയിലാണ് ഈ വനനിയമം വരാൻ പോകുന്നത്. ആ വനനിയമം വേട്ടയാടാൻ പോകുന്നത് ആരെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വനനിയമം വന്ന താമരശ്ശേരി ബിഷപ്പ് ഇന്ന് പുറത്തുണ്ടാവുമോ? അതിനു മുൻപ് തന്നെ ഈ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് പോലും, നമ്മളുടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് നടത്തിയ മുഴുവൻ ആളുകളെയും പിടിച്ചകത്തിടാനുള്ള വകുപ്പുമായിട്ടാണ് ഈ വനനിയമം വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായും മലയോര കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ബിഷപ്പുമാർക്കെതിരെ നിലപാട് എടുക്കേണ്ടി വരും സർക്കാർ. അങ്ങനെ അവരെ ഏതെങ്കിലും തരത്തിൽ കയ്യാമം വയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ബീറ്റ് ഓഫീസർക്ക് അധികാരം കൊടുക്കുന്ന നിയമത്തെ ഈ ക്രിസ്ത്യൻ സമുദായങ്ങൾ
സമുദായം അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. അപ്പം ഇത്തരം വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സഭയുടെ ആറ്റിറ്റ്യൂഡിനെ നിശ്ചയിക്കാൻ പോകുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതെല്ലാം ഫലം കാണുന്നത് എങ്ങനെയാണ്? പെട്ടെന്നൊരു നീക്കം ഉണ്ടാകുന്നത് ഒരു പൊതുശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലീഗും UDFും സഭകളും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇറങ്ങുന്നത്. എന്താണ് ആ പൊതുശത്രു? 2024 തെരഞ്ഞെടുപ്പിൽ രസകരമായ ഒരു അനാലിസിസ് ഉണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായി ക്യാമ്പയിൻ ചെയ്തത് കേരളത്തിൽ LDF ആണ്. ആ BJP ഒരു വലിയ ശത്രുവായി, ഒരു വലിയ സാധ്യതയായിട്ട് കേരളത്തിൽ വളരുന്നുണ്ട് എന്ന ഒരു വലിയ ചർച്ച നടക്കുകയും അതിൻ്റെ ഗുണം ആത്യന്തികമായി ആർക്കാണ് ലഭിച്ചത്? ഈ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളിൽപ്പെട്ട വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും UDFിന് അനുകൂലമായിട്ട് ഏകീകരിക്കുന്നതിന് സഹായിച്ചു. അതിൽ ഒരു വിഭാഗം വോട്ടുകൾ പോയി. പത്തനംതിട്ടയിൽ വോട്ട് പോയിട്ടുണ്ട്. കാര്യം പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് അത്രത്തോളം വോട്ടുകൾ കിട്ടിയില്ലെങ്കിലും അനിൽ ആന്റണിക്ക് നിർണായകമായ വോട്ട് പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തൃശ്ശൂരിൽ വോട്ട് എങ്ങനെയാണ് 4 ലക്ഷത്തോളം സുരേഷ് ഗോപിക്ക് ഉയർത്താൻ സാധിച്ചത്? ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്. ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരന് കുറച്ച് വോട്ട് കിട്ടി എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു നേട്ടമുണ്ടാക്കാൻ BJPക്കും സാധിച്ചിരുന്നില്ല. പക്ഷേ അതൊരു സാധ്യതയാണ് എന്നത് 2024 തെരഞ്ഞെടുപ്പോടുകൂടി ലീഗ് മനസ്സിലാക്കുന്നു, UDF മനസ്സിലാക്കുന്നു, ക്രിസ്ത്യൻ സമുദായം മനസ്സിലാക്കുന്നു. അവിടെ കേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ പുൽക്കൂട് കത്തിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ പല ഫ്രിഞ്ച് എലമെൻറ്റുകളുടെയും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഫ്രിഞ്ച് എലമെൻറ്റുകളുടെ പ്രവർത്തനം സഭയ്ക്കുള്ളിൽ തന്നെ വലിയ അവമതിപ്പുണ്ടാക്കുന്നു. മണിപ്പൂരിലെ വിഷയത്തിന് പുറത്ത് സഭാ നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ജോസഫ് പംപ്ലാനി ഉന്നയിച്ചതുപോലെ റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് കേന്ദ്രത്തിനെതിരെയുള്ള ഒരു അവമതിപ്പുണ്ടാക്കുന്നു. ആ രീതിയിൽ BJPയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ദുർബലമാകുന്ന ഘട്ടത്തിലാണ് സഭയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് UDF കൂടുതൽ കരുത്താർജിച്ചു വരുന്നത്. ആ അർത്ഥത്തിലൊക്കെ സാഹചര്യങ്ങൾ നിലവിൽ UDFിന് അനുകൂലമാണ്. അത് പൂർണ്ണമായിട്ടും ഇനി വരുന്ന നാളുകളിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക, ആരത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിലൊരു ടേക്ക് എടുക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായൊരു പുതിയ നറേറ്റീവ് ഏറെ സൗന്ദര്യമുള്ളതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.